കൊതുകാൻ്റെ ഇറച്ചിയാണ്. ഇതൊന്ന് ചൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കഴുകി കുക്കറിലിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് കുക്കറിലിട്ട് വേവിച്ച് ഒരു ആവിക്ക് വെച്ച്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടിക്കണ്. അതിൻ്റെ അരപ്പ് വെളുത്തുള്ളി, നാരങ്ങാനീര്, തൈര്, പച്ചമുളക്, ചുവന്ന മുളക്, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങൾ അരപ്പ് ചേർത്ത് ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഈ വെള്ളം വറ്റിയിട്ട് വേണം വെക്കാൻ. ഈ വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെച്ചതാണ്. ഈ വെള്ളം തുറന്ന് വെച്ചിട്ട് വറ്റിക്കണം, അടച്ച് വെക്കാൻ പാടില്ല. അപ്പോൾ വീണ്ടും വെള്ളം വരും. അതോടെ പോയി ഇങ്ങനെ ഇളക്കി കൊടുത്ത് എണ്ണയും വെക്കൊന്നും വേണ്ട. ടേസ്റ്റിന് വേണമെങ്കിൽ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുരുമുളക് പൊടി ഇട്ടാൽ മതി. അടിയിലൊരു ചെറിയൊരു തട്ട് തീക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വെച്ചാൽ മതി. നല്ല ബീഫ് ചുട്ടത് ലേശം നേരം കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം. അത് പണ്ടൊക്കെ ഉരുളിയിൽ വെച്ചിട്ട് മേലെ തീ ഇടലാണ്. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തന്നെ ആവും. ഇതിന് ഒന്നും വേണ്ട. ഞാൻ ഇപ്പോൾ ജസ്റ്റ് എന്താ ഇത് കഴുകി ഓട്ടക്കൊട്ടയിൽ വെച്ച് ആ വെള്ളം ഊറിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് അതിൽ ഇച്ചിരി കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവിക്ക് അതിൽ നിന്ന് തന്നെ വെള്ളം വന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ആവിക്ക് വെച്ച് തിരിച്ച് ഈ പാത്രത്തിലോട്ടിട്ട് അരപ്പ് വെളുത്തുള്ളി, നാരങ്ങാനീര്, മുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി, ഒരു അല്ലി കരിയപ്പ് എല്ലാം കൂട്ടി അരച്ച് ഇച്ചിരി തൈരും കൂട്ടി അരച്ച് ഇതിനകത്തിട്ട് മിക്സാക്കി ആ വെള്ളത്തോടെ തന്നെ ഈ പാത്രത്തിലേക്ക് ഇട്ട് ആ വെള്ളം വലിഞ്ഞതിൻ്റെ ശേഷം അടച്ച് വെച്ച് അങ്ങനെ ആയി. പിന്നെ ഇറച്ചി ചൂടാക്കി. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കും. നല്ല ടേസ്റ്റാണ്. ഉളാൻ്റെ ഇറച്ചിയൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഇതാണ്. കാരണം ഉളാൻ്റെ ഇറച്ചി അധികം കറി വെച്ചാലൊന്നും വലിയ ടേസ്റ്റ് കാണില്ല. അധികം എല്ലാവരും ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പരിപാടി.